Hi friends, welcome to my YouTube channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലെഗ് പീസ് കൊണ്ട് എങ്ങനെ ലോലിപോപ്പ് ഉണ്ടാക്കാമെന്ന്. നമ്മുടെ ഡിഷിൻ്റെ പേര് ചിക്കൻ ലോലിപോപ്പ് എന്നാണ്. നമുക്കിനി അടുത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ലെഗ് പീസിനെ ലോലിപോപ്പിൻ്റെ ആകൃതിയിലോട്ടാക്കണം. അതിനായി ഇതുപോലെ മീറ്റ് ഭാഗങ്ങൾ കട്ട് മസിൽസ് എല്ലാം കട്ട് ചെയ്ത് എഗ്ഗിൻ്റെ ബോണിനെയും മീറ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ പിച്ചാത്തുകൊണ്ട് കട്ട് ചെയ്ത് താഴോട്ട് ലോലിപോപ്പ് പോലെ റൗണ്ടിന് ആക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചിറകിൻ്റെ ഭാഗമാണ്. അതിനെ ഇതുപോലെ എടുത്ത് രണ്ടായിട്ടൊന്ന് ഓടിക്കുമ്പോൾ സെപ്പറേറ്റ് ആവും. എന്നിട്ട് ആ മീറ്റിനെ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ആ മസിൽസിനെല്ലാം താഴോട്ട് മീറ്റിനെയും താഴോട്ടാക്കി ലോലിപോപ്പിൻ്റെ അകത്തിൽ നമുക്ക് കിട്ടും. ഞാൻ ചെയ്തേക്കുന്ന പോലെ താഴോട്ട് നീക്കിയെടുക്കുക. അടുത്തതായി നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ മസാലക്കൂട്ട് ഉണ്ടാക്കാം. അതിനായി 2 കപ്പ് മൈദാ മാവ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ ഒരു മുട്ട ആവശ്യമാണ്. മുട്ട, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ഒരു നാരങ്ങ നീര് ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ചിക്കൻ പീസ് നന്നായി മുക്കിയെടുക്കാൻ കണക്ക് നമുക്ക് ഇതേ പരുവത്തിന് നന്നായി കുഴച്ചെടുക്കാം. അടുത്തതായി നമുക്കിതിനെ ഫ്രൈ ചെയ്യുന്നതിനായി ഈ ലെഗ് പീസിനെ ഇതുപോലെ മസാലക്കൂട്ടിൽ നന്നായി മുക്കി ഫ്രൈ ചെയ്തെടുക്കണം. അത് നന്നായി എല്ലായിടത്തും മസാലക്കൂട്ട് നന്നായിട്ട് ചേർക്കണം. മസാലക്കൂട്ട് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്കിടുക. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും, ആകാൻ വേവില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്കതിനെ മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം